بسم الله الرحمن الرحيم لك الحمد يا ربي يا الله وصل اللهم وسلم وبارك على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين وكل عام وأنتم بخير. ഹിജ്റ കലണ്ടറിലെ പുതുവത്സരം 1448 മുഹറം 1 ഇന്ന് പിറന്നിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ സ്നേഹപൂർവം നേരുന്നു. ഹിജ്റ വർഷം, അതിൻ്റെ കലണ്ടർ, അതിലെ മുഹറം, അതിലെ ആരംഭം, പല ചിന്തകളും ആലോചനകളും കടന്നു വരുന്നു. നമ്മുടെ അറബി വർഷപ്രകാരം വയസ്സിലെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. പുതിയൊരു വർഷം തുടങ്ങുകയാണ്. കഴിഞ്ഞു പോകുന്ന ഓരോ ദിനങ്ങളും നമുക്ക് ചിന്ത നൽകണം. ഭാവിയെക്കുറിച്ച് ആലോചന വേണം, ആസൂത്രണം വേണം. ദിവസങ്ങളും മണിക്കൂറുകളും ആഴ്ചകളുമൊക്കെ മാറുമ്പോൾ നമ്മുടെ വിലപ്പെട്ട ആയുസ്സിൽ നിന്നുള്ള നിമിഷങ്ങളാണ് കൊഴിഞ്ഞു പോകുന്നത് എന്ന തിരിച്ചറിവ് വേണം. എന്നാൽ ഈ പുതുവത്സരാരംഭ സുദിനത്തിൽ ഇവിടെ ഇപ്പോൾ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹിജ്റ കലണ്ടർ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ? ഇല്ല. ഹിജ്റ വർഷം എന്ന ഒരു പരിപാടി ഗണിക്കുകയും എഴുതുകയും പറയുകയും ചെയ്യുന്ന രീതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലം വരെ ഉണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇസ്ലാമികമായ മൗലികമായ ഒരു ചിന്ത പഠിപ്പിക്കുകയാണ്. അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കാത്തത് ഒന്നും ഇസ്ലാം അല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് ഒന്നും പരിശുദ്ധ ഇസ്ലാം അല്ല. ഇത് ശരിയായ പ്രഖ്യാപനമാണ്. എന്നാൽ പഠിപ്പിക്കുക എന്നത് അനുഭവത്തിലൂടെ പ്രായോഗികമായി പുലർത്തേണ്ടത് സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് മാറുവാനും മാറ്റം വരുത്തുവാനും പരിപക്വമായ രീതിയിലാണ് പരിശുദ്ധ ഖുർആൻ സുന്നത്തിൻ്റെ ക്രമീകരണം. കാലത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് നിർവഹണ രീതിയിൽ മാറ്റം വന്നേ പറ്റൂ. അത് ബുദ്ധിയുള്ളവർക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന തത്വമാണ്. ഭാഷയിലും വസ്ത്രത്തിലും വാഹനത്തിലും വേഷത്തിലും ആഹാരക്രമത്തിലുമൊക്കെ ആവശ്യാനുസാരമുള്ള കാലികമായുള്ള മാറ്റങ്ങളെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ പഠനം, നമ്മുടെ ചിന്ത വിശാലപ്പെടേണ്ടതുണ്ട്. നമുക്ക് അപരിചിതമായ എന്തെങ്കിലും ചില പുതിയ മാറ്റങ്ങൾ ഏതെങ്കിലും ഇത്തരം നിർവഹണ രീതികളിൽ കാണുമ്പോഴേക്ക് അത് ബിദ്അത്താണ്, അത് അനിസ്ലാമികമാണ് എന്ന് പറയുന്ന സങ്കുചിതമായ ചിന്ത, ഇത് ആദർശമല്ല. ഇത് പരിപക്വമല്ലാത്ത ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പുറകോട്ട് പിന്തിരിപ്പിക്കുന്ന പിന്തിരിപ്പൻ ചിന്തയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഹിജ്റ കലണ്ടറിൻ്റെ കാര്യത്തിലൊക്കെ എന്തു പറയും? ഇതുപോലെ 100 കൂട്ടം ഉദാഹരണങ്ങളുണ്ട്. ഹിജ്റ വർഷ ആരംഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയുന്നു എന്ന് മാത്രം. പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തതെല്ലാം ബിദ്അത്താണ്, അനാചാരമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാലത്താണ്, വകുല്ലു ളലാലത്തിൻ ഫിന്നാറാണ്. ശുഷ്കമായ സങ്കുചിതമായ ഈ ഒരു ആദർശ പക്വതയില്ലായ്മ ഇസ്ലാമിക സമൂഹത്തെ കാലത്തിൻ്റെ ഉയർച്ചക്കനുസരിച്ച് വളരാൻ അനുവദിക്കുന്നില്ല. ജീവിത സൗകര്യങ്ങളെ അനുവദിച്ച പലതും സ്വീകരിക്കാൻ മുസ്ലിംകൾക്ക് അനുവാദം നൽകുന്നില്ല ഈ പിന്തിരിപ്പൻ ഫത്വ. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്തതൊന്നും ഇസ്ലാമിക ജീവിതത്തിലില്ല. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനം കാലത്തിനും സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നവീകരിക്കപ്പെടേണ്ടതുണ്ടാകും. അത് സ്വീകരിക്കുകയാണ് ബുദ്ധിമാന്മാരുടെ അടയാളം. ഉദാഹരണത്തിന് മൗലിദാഘോഷം
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെ സമകാലീന സമൂഹത്തിന് പകർന്നു നൽകുവാനും അവിടുത്തോടുള്ള മഹബത്തും ഇത്തിബാഴും മുസ്ലിം ഉമ്മത്തിന് തന്നെ വർദ്ധിപ്പിക്കുവാനും ആവശ്യമായ നടപടികൾ എപ്പോഴും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ പരിശുദ്ധ റബീഉൽ അവ്വലും അതുമായി ബന്ധപ്പെട്ട മൗലിദ് ചടങ്ങുകളും എന്തൊരു സാന്ദർഭികമാണ്, എത്രമാത്രം പ്രസക്തമാണ്. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗം അതിനോട് വളരെയേറെ പുച്ഛവും എതിർപ്പും പ്രകടിപ്പിക്കുകയാണ്. ചോദ്യം എന്താണ്? മൗലിദ് നബിയുടെ കാലത്തുണ്ടായിട്ടുണ്ടോ? പ്രവാചകന്റെ ജീവിതത്തിൽ റബീഉൽ അവ്വൽ മാസം എത്ര പിന്നിട്ടപ്പോഴും എന്തെങ്കിലും ഒരു ചടങ്ങോ ഘോഷയാത്രയോ മൗലിദ് പാരായണമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണ്. ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ശരിയല്ലേ എന്ന് സംശയാലുക്കളാകാൻ ചിലരൊക്കെ കുടുങ്ങിപ്പോകുന്നുണ്ട്. എന്നാൽ അതേ ചോദ്യം ഈ ഹിജ്റയുടെ കാര്യത്തിൽ വേണ്ടേ? ഇത് മുസ്ലിമീങ്ങൾ ലോകതലത്തിൽ കക്ഷിഭേദമന്യേ ഉൾക്കൊള്ളുന്ന കാര്യമല്ലേ? ആരെങ്കിലും ബുദ്ധിമാന്മാരെതിര് പറയുമോ? പ്രവാചകരുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ കലണ്ടറോ ഹിജ്റ വർഷത്തെ ആസ്പദിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമോ ഉണ്ടായിട്ടില്ല. ഹിജ്റ മഹാസംഭവം കഴിഞ്ഞ് പിന്നെയും ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞാണ് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹലോകവാസം വെടിഞ്ഞത്. ആ കാലത്ത് ഒരു സൂചനയെങ്കിലും ഹിജ്റ വർഷം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ? അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കൊരു കലണ്ടർ വേണം, അത് ഇസ്ലാമികമായ വ്യക്തിത്വത്തിന് നല്ലതാണ്, അത് മുഹറം മാസത്തിൽ 1-ാമത്തെ മാസമായും ഹിജ്റ കലണ്ടർ എന്ന ഒരു പരിപാടിയും ഉണ്ടായിരുന്നില്ല. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടേയില്ല. പിന്നീടാണ് ഇസ്ലാമിക സമൂഹം സ്വന്തം വ്യക്തിത്വത്തിൽ എല്ലാ കാര്യത്തിലും ഉയരണമെന്ന പക്വമായ ചിന്ത വന്നപ്പോൾ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതലാണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. മുഹറം മാസത്തെ 1-ാമതായി ഗണിക്കുക, പുതുവത്സരം മുഹറം 1-ന് തുടങ്ങുക. ഈ ഹിജ്റ കലണ്ടർ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഏറ്റെടുത്തു? ഇന്നിവിടെ സലഫികൾ, ആധുനിക ഉൽപ്പതിഷ്ണുക്കൾ എന്നൊക്കെ അവകാശപ്പെടുന്നവരും ഹിജ്റയുടെ കലണ്ടർ അംഗീകരിക്കുന്നു. പ്രവാചകരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ചിന്ത അവരെ അലട്ടുന്നില്ല. മൗലിദിൻ്റെ കാര്യം വരുമ്പോൾ അതുപോലെ ഇസ്ലാമിക സമൂഹത്തിന് ഗുണപ്രദമായ പല മാറ്റങ്ങളും കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ജുമഅക്കുള്ള 2-ാമത്തെ ബാങ്ക് മുതൽ തറാവീഹിൻ്റെ കൂട്ടമായ 20 റക്അത്ത് നിസ്കാരം മുതൽ എത്രയോ മര്യാദകൾ, മിനാരം മുതൽ മദ്രസയും ദർസും പള്ളിയും കോളേജും യൂണിവേഴ്സിറ്റിയും മുതൽ ഇവയെല്ലാം പ്രവാചകരുടെ കാലത്തോ സഹാബത്തിൻ്റെ കാലത്തോ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ആ ചോദ്യം തന്നെ അബദ്ധാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറയാത്തത് എന്നല്ല, ഖുർആനിൽ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഇസ്ലാമിലില്ല എന്നത് അത് വേറെ കാര്യമാണ്. പ്രവാചകരുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് എന്ന പരിമിതമായ അപക്വമായ ചിന്ത തെറ്റാണ്. അൽ ബിദ്അത്തു, ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. അൽ ബിദ്അത്തു ഇത്ലാഖു മാ ഖയ്യദഹു അല്ലാഹു വറസൂലുഹു വതഖയീദു മാ അത്ലഖഹു അല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു നല്ല നിർവചനമാണ് ബിദ്അത്തിന്. അള്ളാഹുവും അവൻ്റെ റസൂലും നിബന്ധന വെച്ച് രീതികൾ കർക്കശമായി പഠിപ്പിച്ച ഒരു കാര്യത്തിലും പൊതുവാക്കാൻ, ജനറലാക്കാൻ, ഓപ്പണാക്കാൻ പാടില്ല. അത് അതുപോലെ തന്നെ നിലനിർത്തണം. ഹജ്ജ് ദുൽഹജ്ജിലാണ്, ദുൽഹജ്ജ് 9-നാണ്, അറഫയിൽ വെച്ചാണ്. അത് മുഖയ്യദാണ്, നന്നായി സമയവും ക്രമവും രൂപവും പഠിപ്പിക്കപ്പെട്ടതാണ്. അതിൽ കൈവക്കാൻ ഒരു ഭരണാധികാരിക്കും അനുവാദമില്ല. നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ രീതിയും റുക്കൂഅ് കഴിഞ്ഞിട്ടാണ് സുജൂദ്, അതിൽ പാരായണം ചെയ്യേണ്ടത് ഇന്നതാണ്, അതെല്ലാം മുഖയ്യദാണ്, നിശ്ചിതമായി പഠിപ്പിക്കപ്പെട്ടതാണ്. ചുരുക്കത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ
കർശനമായി നിയന്ത്രിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ മാറ്റാനോ പരിവർത്തിക്കാനോ നവീകരിക്കാനോ പാടില്ല. എന്നാൽ ജീവിതത്തിലെ നൂറുകൂട്ടം കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാം മുത്തലക്കായി ഓപ്പണായി പഠിപ്പിച്ചതാണ്. ഓപ്പണായി മഫ്തൂഹായി പഠിപ്പിച്ച മുത്തലക്കായി പഠിപ്പിച്ച കാര്യങ്ങൾ മുത്തലക്കായി നിർവഹിക്കാം, എപ്പോഴും എങ്ങനെയും നിർവഹിക്കാം. അതിൻ്റെ രൂപനിർവഹണ രീതിയിൽ സന്ദർഭത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൈക്കൊള്ളുക, ഇതല്ലേ ബുദ്ധിപരമായ സമീപനം. ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പരിശുദ്ധ ഖുർആൻ പൊതുവായ ഒരു കൽപ്പനയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ആദരണീയരായ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചൊരിയുവീൻ, ചൊല്ലുവീൻ, പുലർത്തുവീൻ. ഓപ്പണാണ്. ഇനി നിസ്കാരത്തിൻ്റെ ശേഷാവാ, ബാങ്കിൻ്റെ മുമ്പാവാ, ബാങ്കിൻ്റെ ശേഷാവാ, നടത്തത്തിലാവാ, ഇരുത്തത്തിലാവാ, ഒരു പ്രാവശ്യമാവാ, 3 പ്രാവശ്യമാവാ, സ്വലാത്ത് സലാം വരുന്ന ഏത് പ്രയോഗവും ആവാം. ഏത് പദപ്രയോഗങ്ങളിലൂടെയും സ്വലാത്ത് സലാം നിർവഹിക്കുക. ഖിബിലക്ക് തിരിഞ്ഞാകാം, ഇരുന്നു കൊണ്ടാകാം, വസ്ത്രം ധരിച്ചുകൊണ്ടാകാം, ഒളു ഇല്ലാതെയാകാം. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എത്ര പ്രാവശ്യവും ഏത് സ്ഥലത്ത് വെച്ചും അവരവരുടെ സൗകര്യ സന്തോഷം പോലെയാകാം. അതിലെ പ്രയോഗങ്ങൾ പോലും നിയതമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. സ്വലാത്തുൽ ഇബ്രാഹിമിയാകാം, എന്നാൽ മറ്റേത് സ്വലാത്തുമാകാം. ഇതല്ലേ പറഞ്ഞുള്ളൂ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇതല്ലേ സൂഫികളായ മഹാന്മാർ പഠിപ്പിച്ചത്. അപ്പോഴേക്കതെല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞ് അനാചാരമാക്കി നരകത്തിലേക്കാക്കാൻ പോകുന്നത് എന്തിനാണ്? ഈ ഒരു പാഠം ഈ ഹിജ്റയുടെ സന്ദർഭത്തിലെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രവാചകൻ്റെ കാലത്തില്ലാത്ത ഹിജ്റ കലണ്ടർ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, പള്ളികളിലൊക്കെ ഉണ്ട്. ഇനി ചിലർ പറയും അത് സ്വഹാബത്തിൻ്റെ കാലത്തുണ്ടല്ലോ എന്ന്. അവിടെയും രക്ഷപ്പെടില്ല. എന്നാൽ ഇന്നത്തെ ഈ സംവിധാനത്തിലുള്ള ഹിജ്റ കലണ്ടറും ഈ രീതിയും സ്വഹാബത്തിൻ്റെ കാലത്തും ഇല്ലല്ലോ. പിന്നെ ഹിജ്റയുടെ വാർഷിക ആഘോഷം, ഈ ആഘോഷം മൗലിദ് ആഘോഷത്തിന് വിലക്കുള്ളവർ പോലും എത്ര കേമമായിട്ടാണ് ഹിജ്റ വർഷം ആഘോഷിച്ചത്. ഹിജ്റ വർഷം 1400 കടന്നു വന്നപ്പോൾ ലോകതലത്തിലാകമാനം സലഫികളും ഉൽപ്പതിഷ്ണുക്കളെന്ന് പറയുന്ന എല്ലാ കമ്മിറ്റിക്കാരും ഹിജ്റ ആഘോഷം നടത്തുന്നു. ഇപ്പോഴും മുഹറം 1 പുതുവത്സരാഘോഷമായി സലഫി സ്ഥാപനങ്ങൾ പോലും പലയിടത്തും നിർവഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായ ആ ദിവസവും മാസവും വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അത് ബിദ്അത്തും നരകത്തിലും. എന്തുകൊണ്ട് ഈ അപക്വമായ ചിന്തയിൽ നിന്ന് വിട പറയാൻ മുസ്ലിം പണ്ഡിതന്മാർക്ക് അഥവാ ഉൽപ്പതിഷ്ണുക്കൾക്ക് കഴിയുന്നില്ല? ഇവിടെ ഹിജ്റ ആഘോഷത്തിൻ്റെ പ്രസക്തിയും ഹിജ്റ കലണ്ടറിൻ്റെ അനിവാര്യതയും സന്ദർഭത്തിനനുസരിച്ച് നാം ഉൾക്കൊള്ളുകയും പ്രയോഗിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് ആമായി, വർഷമായി ഈ പുതിയ വർഷം, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ എല്ലാവർക്കും സന്തോഷമാകട്ടെ. വകുല്ല ആമീൻ വ അൻതും ബിഖൈർ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.